മഹാമായയുടെ അനുഗ്രഹത്താൽ സൗന്ദര്യലഹരി 69 ശ്ലോകമാണിന്ന് വിശദീകരിക്കുന്നത്. 68 ശ്ലോകത്തിലും 69 ശ്ലോകത്തിലും അമ്മയുടെ കണ്ഠസൗന്ദര്യമാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. 68 ശ്ലോകത്തിൽ അമ്മയുടെ മുഖത്തെ താമരയോടും കണ്ഠത്തെ താമരത്തണ്ടിനോടും കണ്ഠത്തിൽ ഞാണുകിടക്കുന്ന മണിമുത്തുമാല താമര വളയമായിട്ടും ആ താമര വളയത്തിൽ പറ്റിയിരിക്കുന്ന പങ്കത്തെ അമ്മയുടെ മണിമാലയിൽ കാരകിലിൻ്റെ ലേപനം പുരണ്ടിട്ടുള്ളതായിട്ടും എല്ലാം ചിത്രീകരിച്ചിരുന്നു. 69 ശ്ലോകത്തിൽ അമ്മയുടെ കണ്ഠത്തിലെ ത്രിരേഖകൾ, 3 വലികൾ, വലിത്രയങ്ങൾ, ആ മടക്കുകളുടെ മഹിമ വർണ്ണിക്കുകയാണ്. സാമുദ്രിക ശാസ്ത്രപ്രകാരം കണ്ഠത്തിൽ 3 വലികൾ, 3 വരകൾ, വലിത്രയങ്ങൾ കാണുന്നത് മഹാസൗഭാഗ്യ ലക്ഷണമാണ്. ദീർഘദാമ്പത്യത്തിൻ്റെയും സൗമംഗല്യത്തിൻ്റെയും എല്ലാം സൂചകമാണ്. അമ്മയെ സംഗീത സൗഭാഗ്യ സാരസർവസ്വമായും സംഗീത സർവജ്ഞയുമായും ഒക്കെ പ്രകീർത്തിച്ചിരിക്കുന്നു. ദേവിയുടെ സൗന്ദര്യത്തെ സംഗീതത്തിലെ സൗന്ദര്യമായി ആചാര്യസ്വാമികൾ കാണുന്നു. ദേവിയെ സംഗീതത്തിലെ ഗതി, ഗമകം, ഗീതം എന്നിവയുടെ ഏക നിപുണയായിട്ട് അദ്ദേഹം ഭാവന ചെയ്തിരിക്കുന്നു. മഹാദേവൻ വിവാഹസമയത്ത് കണ്ഠത്തിൽ ചാർത്തിയ മംഗല്യസൂത്രത്തിലെ 3 ചരടുകൾ അമ്മയുടെ കണ്ഠത്തിൽ സ്ഥിരം രേഖയായി മാറിയോ എന്നും അദ്ദേഹം പ്രകീർത്തിക്കുന്നു. അമ്മയുടെ താടങ്ക മഹിമ, പാതിവൃത്യനിഷ്ഠ എത്രയോ മഹനീയമെന്ന് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുകയാണ്. 69 ശ്ലോകം പാരായണം ചെയ്യാം. ഗളേ രേഖാതിസ്രോ ഗതിഗമക ഗീതൈക നിപുണേ വിവാഹവ്യാനദ്ധ പ്രഗുണഗുണസംഖ്യാ പ്രതിഭുവ വിരാജന്തെ നാനാവിധ മധുര രാഗാകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതിനിയമസീമാന ഇവ തേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഗതി ഗമക ഗീത ഏകനിപുണേ. ഗതി, ഗമകം, ഗീതം എന്നിവയിൽ ഒരേ സമയം നിപുണയായിട്ടുള്ളവളെ. തേ ഗളേ തിസ്ര രേഖാഹ. തേ അമ്മയുടെ കഴുത്തിൽ കാണുന്ന 3 രേഖകൾ. ഗതി, ഗമക, ഗീത ഏകനിപുണേ. ഗതി, ഗമകം, ഗീതം എന്നിവയിൽ ഒരേ സമയം നിപുണയായിട്ടുള്ളവളെ. ഗതി എന്നാൽ സംഗീതത്തിലുള്ള വേഗതയിലുള്ള വ്യത്യാസം എന്ന് സാമാന്യമായിട്ട് പറയാം. അതായത് ചില പാട്ടുകൾ തക്കിട്ട തക്കിട്ട ഈ താളത്തിൽ പാടുന്നു. ചിലതാണെങ്കിൽ തക്കത്തിമ്മി തക്കത്തിമ്മി ഈ താളത്തിൽ. ഇനി വേറെ ചിലത് തക്ക തക്കിട്ട തക്ക തക്കിട്ട. ചിലതാണെങ്കിലോ തക്കത്തിമ്മി തക്ക തക്കിട്ട. ഇങ്ങനെയുള്ള ആ താള വ്യത്യാസത്തിനെയാണ് ഗതി എന്ന് പറയുന്നത്. സംഗീതത്തിൽ ഗമകം മറ്റൊരു സാങ്കേതിക പദമാണ്. നിരന്തര സാധനയിലൂടെയും ജന്മസിദ്ധിയിലൂടെയും സംഗീതജ്ഞർ ഗമകപ്രയോഗത്തിൽ സംഗതി എന്നെല്ലാം പറയുമല്ലോ, അതിൽ പ്രാവീണ്യം നേടുന്നു. അതുപോലെ അഭ്യാസം കൊണ്ട് ഗീതം, പല കൃതികൾ, കീർത്തനങ്ങൾ, വർണ്ണങ്ങൾ ഇവയെല്ലാം സ്വായത്തമാകുന്നു. ഇവിടെ മഹാദേവിയെ വർണ്ണിച്ചിരിക്കുകയാണ്. സാങ്കേതികമായിട്ടുള്ള ഗതി, ഗമകം, ഗീതം ഇവയിലെല്ലാം ഏക നിപുണയാണ്, സർവജ്ഞയാണ് മഹാദേവി എന്ന്. 2ാമത്തെ വരി വിവാഹവ്യാനദ്ധ പ്രഗുണഗുണ സംഖ്യാ പ്രതിഭുവ. വിവാഹവ്യാനദ്ധ, വിവാഹസമയത്ത് മഹാദേവൻ കെട്ടിയ പ്രഗുണ ചരടിലെ ഗുണസംഖ്യ നൂലുകളുടെ അഥവാ ഗുണങ്ങളുടെ എണ്ണത്തിന് പ്രതിഭുവ പ്രതിഫലനമായിരിക്കുന്നു അമ്മയുടെ കഴുത്തിൽ കാണുന്ന ഈ 3 രേഖകൾ.
പ്രഗുണ എന്നാൽ ചരട് എന്നാണ്. അപ്പോൾ ഭഗവാൻ വിവാഹസമയത്ത് ദേവിയുടെ കണ്ഠത്തിൽ ചാർത്തിയ മാംഗല്യസൂത്രത്തിലെ 3 ചരടുകൾ അമ്മയുടെ കണ്ഠത്തിൽ സ്ഥിരം രേഖയായി മാറിയോ എന്നും, അമ്മയുടെ താടങ്ക മഹിമ, അമ്മയുടെ പാതിവൃത്യനിഷ്ഠ എത്രയോ മഹനീയം, അതുകൊണ്ടാണല്ലോ കണ്ഠത്തിൽ ചാർത്തിയ ആ മാംഗല്യസൂത്രം 3 രേഖകളായി സ്ഥിരം അമ്മയുടെ കഴുത്തിൽ വിരാജിക്കുന്നത് എന്ന്. അടുത്ത 2 വരികൾ വിരാജന്തേ നാനാവിധ മധുര രാഗ ആകരഭുവാം ത്രയാണാം ഗ്രാമാണാം സ്ഥിതി നിയമ സീമാന ഇവതേ. മധുര രാഗ ആകരഭുവാം, മാധുര്യമുള്ള രാഗങ്ങൾക്ക് വിളനിലമായി തീർന്നിരിക്കുന്ന ത്രയാണാം ഗ്രാമാണാം, 3 സ്വരസ്ഥാനങ്ങൾക്കുമുള്ള സ്ഥിതി നിയമ സീമാന ഇവതേ, സ്ഥിതിയും നിയമവും സീമയും എന്ന പോലെ വിരാജന്തേ, അവ വിരാജിക്കുന്നു. സംഗീതത്തിലെ സാങ്കേതികമായിട്ടുള്ള ചില പദങ്ങൾ നമുക്ക് സാമാന്യമായി മനസ്സിലാക്കി പോകാം. സംഗീതഗ്രാമം എന്ന് പറയുമ്പോൾ ഷഡ്ജം, മധ്യമം, ഗാന്ധാരം എന്നൊക്കെ പറയാറുണ്ട്. അതായത് മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി, ഉച്ചൈസ്ഥായി. ഈ ഭൂമിയിലെ സാധാരണ ആൾക്കാർക്കെല്ലാം മന്ത്രസ്ഥായിയിൽ ഒക്കെയാണ് പാടാൻ പറ്റുന്നത് ഷഡ്ജം. മധ്യമത്തിൽ പാടാൻ കുറച്ചും കൂടെ പ്രാവീണ്യവും ഒരു സാധനയും അനുഗ്രഹമൊക്കെ വേണം. താരസ്ഥായിയിൽ, ഉച്ചസ്ഥായിയിൽ പാടാൻ പറ്റുന്നത് ഗന്ധർവന്മാർക്കും അതുപോലെ ദേവന്മാർക്കുമൊക്കെയാണ്. അതിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥായിയിൽ പാടാൻ പറ്റുന്ന ഒരു വൈഭവമാണ് മഹാദേവിക്കുള്ളത് എന്നാണ് ഇവിടെ. ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ ഏറ്റവും പ്രസിദ്ധമാണല്ലോ. അതുപോലെ നാരദരുടെ വീണ, സരസ്വതീ ദേവിയുടെ വീണ വായന, ഇതിനേക്കാളെല്ലാം അതീവ ശ്രേഷ്ഠമാണ് ദേവിയുടെ ഉച്ചസ്ഥായിയിലുള്ള സംഗീത ആലാപനം. അപ്പോൾ സംഗീതത്തിലെ 7 സ്വരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ 3 ഗ്രാമമാക്കി, ഷഡ്ജം, മധ്യമം, ഗാന്ധാരം എന്നീ സംഗീതഗ്രാമം, അതിൻ്റെ നാനാവിധ ബഹുവിധ രാഗ ആകരഭുവാം, 3 ഗ്രാമങ്ങളുടെ ആകരഭൂമി, ഉറവിടം, പ്രഭവസ്ഥാനം, സ്വരഗ്രാമങ്ങളുടെ ഉത്ഭവസ്ഥാനം മഹാമായയാണ്. അതിൻ്റെ സീമകൾ പോലെ മധുരരാഗങ്ങൾക്ക് സീമ കൽപ്പിക്കാൻ അതിര് വേർതിരിക്കുന്നത് പോലെയാണ് അമ്മയുടെ കണ്ഠത്തിലെ 3 രേഖകൾ. ഈ ശ്ലോകത്തിൽ നമുക്ക് നൈവേദ്യമായിട്ട് മധു സമർപ്പിക്കാം. വശ്യമാണ് ഇതിൻ്റെ ഫലസിദ്ധി എന്ന് പറയുന്നത്. എല്ലാ ഫലസിദ്ധിക്കും അപ്പുറം മഹാദേവിയുടെ കൃപാകടാക്ഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീമുകാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു.